ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തിലായി സ്വഹാബാക്കളെ പഠിപ്പിച്ച അടിസ്ഥാന 3 തത്വങ്ങളുണ്ട്. അത് ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. 23 വർഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ പരിശീലിപ്പിച്ചെടുത്തത് ഈ 3 തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കാനാണ്. ഈ 3 തത്വങ്ങൾ ആരനുസരിച്ച് ജീവിക്കുന്നുവോ അവനാണ് മുസ്ലിമാകുക, അവനാണ് അഹ്ലുസുന്നയിൽ പെടുക. ഈ 3 അടിത്തറയിൽ നിന്നും ആര് വ്യതിചലിച്ചുവോ അവൻ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അല്ലെങ്കിൽ അഹ്ലുസുന്നയിൽ നിന്നും പുറത്തു പോകും, ബിദഈയാകും, പുത്തനാശയക്കാരനാകും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഈ 3 തത്വങ്ങളെ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നത് അഹ്ലുസുന്നയാകാൻ ആഗ്രഹിക്കുന്ന, മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും മേലും ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 തത്വങ്ങളെ അവസാനം ഷോർട്ടായി സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 23 വർഷക്കാലവും ഈ 3 തത്വങ്ങളാണ് പഠിപ്പിച്ചത് എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹദീസിലായി ആ 3 തത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ മുറുകെ പിടിക്കണം. അലി അർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല അൻഹു ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷം സഹാബാക്കൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഒരു സാരോപദേശം നടത്തി, സാരസമ്പൂർണമായ നസീഹത്ത്. വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ ബലീഗ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വഅദ് നടത്തി. മൗഇലതൻ ബലീഗ, സാരസമ്പൂർണമായ, അർത്ഥസമ്പൂർണമായ ഒരു വാളായിരുന്നു, നസീഹത്തായിരുന്നു അത്. ളറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സാരസമ്പൂർണമായ നസീഹത്ത് കേട്ട് സഹാബാക്കളുടെ ഹൃദയം പേടിച്ച് വിറച്ചുപോയി. കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നസീഹത്ത് കേട്ടിട്ട് കൂട്ടത്തിലുള്ള ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, താങ്കളുടെ ഈ നസീഹത്ത് കേട്ടിട്ട് ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ. ഒരു വിടവാങ്ങുന്ന ആൾ, യാത്ര പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്ന ആൾ കൂടെയുള്ളവരോട് നൽകുന്ന നസീഹത്ത് പോലെയുണ്ടല്ലോ. കഅന്നഹാ മൗഇലതു മുവദ്ദിഇൻ ഫൗസിന. അതുകൊണ്ട് തങ്ങൾ നമുക്ക് എന്തെങ്കിലും വസിയത്ത് നൽകണം. ആ സഹാബിയുടെ ആവശ്യാനുസരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 3 വസിയത്ത്, അതാണ് ഇസ്ലാമിൻ്റെ 3 അടിത്തറകൾ. ഒന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഊസിക്കും ബിതഖ്വല്ലാഹ്, നിങ്ങളോട് ഞാൻ അള്ളാഹുവിൽ തഖ്വ ചെയ്ത് ജീവിക്കാൻ വസിയത്ത് ചെയ്യുന്നു എന്ന്. ഊസിക്കും ബിതഖ്വല്ലാഹ് എന്ന ഈ ഭാഗത്തെ എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സമസ്ഥാപനമാണ്. ഒന്നാമത്തെ അടിത്തറ തൗഹീദ് മുറുകെ പിടിക്കലും ശിർക്കിനെ വെടിയലുമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊസിക്കും ബിതഖ്വല്ലാഹ് എന്ന കലിമത്തിലൂടെ, വാചകത്തിലൂടെ സഹാബാക്കളെ പഠിപ്പിക്കുകയാണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കലും ഷിർക്കിനെ വർജിക്കലുമാണ് ഇസ്ലാമിൻ്റെ അടിത്തറയിൽ ഒന്നാമത്തേത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ് എന്നതാണ് ഷഹാദത്ത് കലിമയുടെ അർത്ഥം.
ലാ ഇലാഹ ഇല്ലല്ലാ. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്, ഇബാദത്തിന് അർഹൻ, ഇല്ലല്ലാ, അല്ലാഹു മാത്രമാണ്. ഈയൊരു ആദർശത്തെ പഠിപ്പിക്കാനാണ് ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല പ്രവാചകന്മാരെയും അല്ലാഹു നിയോഗിച്ചത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ അഅ്ബുദുല്ലാഹ വജ്തനിബു താഗൂത്ത്. ഓരോ സമുദായത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്, ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. എന്തിന്? അൻ അഅ്ബുദുല്ലാഹ വജ്തനിബു താഗൂത്ത്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാകണം. അല്ലാഹു അല്ലാത്തൊരു വ്യക്തിക്കോ അല്ലാഹു അല്ലാത്തൊരു ശക്തിക്കോ അല്ലാഹു അല്ലാത്തൊരു വസ്തുവിനോ ഇബാദത്തിന്റെ ഒരു അംശം പോകാൻ പാടില്ല. വജ്തനിബു താഗൂത്ത്, താഗൂത്തുകൾ വെടിയണം. ഈ ആദർശം പഠിപ്പിക്കാൻ ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചത് അല്ലാഹു പറഞ്ഞു, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈർ. നാം നൂഹിനെ നൂഹിന്റെ ജനതയിലേക്ക് അയച്ചു. നൂഹിന്റെ ജനതയോട് പറഞ്ഞു, യാ ഖൗമി, ഓ എൻ്റെ ജനതേ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. എന്തുകൊണ്ട്? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാത്തൊരു മഅബൂദ് നിങ്ങൾക്കില്ല. ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ്. ശേഷം വരുന്ന ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് ഈ തത്വം പഠിപ്പിക്കാനാണ്. വൈലാ ആദിൻ അഖാഹും ഹൂദ വൈലാ സമൂദ അഖാഹും സാലിഹ വൈലാ മദിയന അഖാഹും ശുഐബ തുടങ്ങിയിട്ട് ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാരെ എണ്ണിട്ട് പറഞ്ഞു, അവരെല്ലാവരും അവരുടെ കൗമിലേക്ക് ക്ഷണിച്ചത് യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈർ. ഓ സമുദായമേ, നിങ്ങൾക്ക് ഇബാദത്തിന് അർഹനായി മഅബൂദായി അല്ലാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ അല്ലാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. നിങ്ങൾ ശിർക്ക് ഉപേക്ഷിക്കണം. അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ ഇബാദത്ത്. ആ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകൽ ശിർക്കാണ്. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള സകല പ്രവാചകന്മാർക്കും പഠിപ്പിച്ചു കൊടുത്ത കലിമത്തു ഷഹാദ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദക്ക് രണ്ട് ഫർളുകളുണ്ട്, രണ്ട് റുക്നുകൾ. ഒന്ന് ലാ ഇലാഹ, അതിന് അറബിയിൽ നഫി എന്നാണ് പറയുക, നിഷേധം. രണ്ടാമത്തത് ഇല്ലല്ലാഹ്, അതിന് അറബിയിൽ ഇസ്ബാത്ത് എന്നാണ് പറയുക, സ്ഥിരീകരണം, സ്ഥിരപ്പെടുത്തുക. ഈ രണ്ട് ഫർളുകളില്ലാതെ ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വഹീയാകുകയില്ല. ഒരാൾ പറയാണ് അള്ളാഹു ഇലാഹാണെന്ന് ഞാൻ അംഗീകരിച്ചു, ഇല്ല, അയാൾ മുസ്ലിം ആയിട്ടില്ല. പിന്നെന്ത് പറയണം? അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹു അല്ലാത്ത ആരും തന്നെ ഇലാഹല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രമേ അവൻ്റെ ഷഹാദത്ത് സ്വഹീയാകുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ആദ്യത്തെ ഫർള് ലാ ഇലാഹ, ഒരു ഇലാഹും തന്നെ ഇല്ല എന്ന നഫിയാണ്, നിഷേധമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ലാ ഇലാഹ സ്വഹീഹാകാൻ 4 കാര്യങ്ങളെ നിഷേധിക്കണം. ആ 4 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അല്ലാഹുവിന് ഓപ്പോസിറ്റായി പറഞ്ഞ 4 കാര്യങ്ങളാണ്. അല്ലാഹു ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അല്ലാഹു പറഞ്ഞ 4 കാര്യങ്ങളെ നിഷേധിച്ചാൽ മാത്രമേ ഒരു വ്യക്തിയുടെ ലാ ഇലാഹ സഹിയാകൂ. ഒന്നാമത്തേത് ആലിഹത്തുകളാണ്. ആലിഹത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് ഓപ്പോസിറ്റായിട്ട് പറഞ്ഞത് ആലിഹത്തുകളെയാണ്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവർ, അവരാണ് ആലിഹത്തുകൾ. അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ, ഭരമേൽപ്പിക്കപ്പെടുന്നവർ, നേർച്ച വഴിപാടുകൾ നടത്തപ്പെടുന്നവർ, അറവ് നടത്തപ്പെടുന്നവർ, സത്യം ചെയ്യപ്പെടുന്നവർ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകപ്പെടുന്നവർ, അവർ വ്യാജ ആലിഹത്തുകളാണ്. അതിനെല്ലാം നിഷേധിക്കണം. വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം
മറ്റ് ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ. അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇലാഹുകളെ നിഷേധിക്കണം. അപ്പോൾ ലാ ഇലാഹ സഹിയാകാൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവരെ നിഷേധിക്കണം. അതേത് ബാവയാകട്ടെ, ബീവിയാകട്ടെ, തങ്ങളാകട്ടെ, ദർഗകളാകട്ടെ, മക്ബറകളാകട്ടെ, ആരുമാകട്ടെ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരുണ്ടോ അവയെല്ലാം നിഷേധിക്കണം. ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവരെ നിഷേധിക്കണം. അള്ളാഹു അല്ലാതെ നേർച്ച വഴിപാടുകൾ നടത്തപ്പെടുന്നവരെ നിഷേധിക്കണം. അള്ളാഹു അല്ലാത്തവർക്ക് സത്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നിഷേധിക്കണം. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ നിഷേധിക്കണം. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നുണ്ട് എങ്കിൽ അതിനെ നിഷേധിക്കണം. തുടങ്ങിയിട്ട് ഇബാദത്തായിട്ട് എന്തുണ്ടോ അത് അള്ളാഹു അല്ലാത്തവർക്ക് ആർക്കെങ്കിലും നൽകുന്നുണ്ടോ അവയെല്ലാം നിഷേധിക്കണം. ഇതിനൊന്നും അർഹരല്ല ഇവർ. ലാ ഇലാഹ സഹിയാകാനുള്ള ഒന്നാമത്തെ കാര്യം ഇലാഹുകളെ നിഷേധിക്കലാണ്. ഇലാഹ് അള്ളാഹ് മാത്രമാക്കണമെങ്കിൽ അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നവരെ നിഷേധിക്കണം. രണ്ടാമത്തേത് റബ്ബുകളെ നിഷേധിക്കലാണ്. റബ്ബുകളെ നിഷേധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്ന് സമർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന് ഓപ്പോസിറ്റായി പറഞ്ഞത് റബ്ബുകളെയാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ, സഹായിക്കുന്നവൻ, ഗുണവും ദോഷവും ചെയ്യുന്നവൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവൻക്കാണ് റബ്ബ് എന്ന് പറയുക. ഖൽക്ക് സൃഷ്ടിപ്പ്, തദ്ബീർ നിയന്ത്രണം, മുൽക്ക് അധികാരം, ഈ മൂന്ന് ഗുണങ്ങൾ ആരിൽ മാത്രമാണോ അവനാണ് റബ്ബ് എന്ന് പറയുക. ഇത് അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും നൽകിയിട്ടുണ്ട് എങ്കിൽ അവൻ വ്യാജ റബ്ബാണ്. അതിനെ നിഷേധിക്കണം. ലോകത്തെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. ഈ ലോകത്ത് കാണുന്ന സകല വസ്തുക്കളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഈ ലോകത്ത് കാണുന്ന സകല വസ്തുക്കളുടെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു മാത്രമാണ് ഖാലിഖ്, അള്ളാഹു മാത്രമാണ് മാലിക്, അള്ളാഹു മാത്രമാണ് മുദബ്ബിർ. ലോകം ഭരിക്കുന്നത് ഒരു മുദബ്ബിറുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അള്ളാഹ്ക്ക് പുറമെ ഒരു റബ്ബിനെ നിശ്ചയിച്ചവനാണ്. മഴ വർഷിപ്പിക്കുന്ന അള്ളയല്ലാത്ത മറ്റാരെങ്കിലുമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ അള്ളാഹ്ക്ക് പുറമെ വേറൊരു റബ്ബിനെ നിശ്ചയിച്ചവനാണ്. ഗുണവും ദോഷവും തരുന്നത് അള്ളാഹു അല്ലാത്ത മറ്റൊരാളാണെന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹ്ക്ക് പുറമെ വേറൊരു റബ്ബിനെ നിശ്ചയിച്ചവനാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ദൂരീകരിക്കുന്നത്, നീക്കുന്നത്, ബുദ്ധിമുട്ടുകളെ ഇല്ലാണ്ടാക്കുന്നത് അള്ളാഹു അല്ലാത്ത ആരെങ്കിലുമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ അള്ളാഹുവിന് പുറമെ ഒരു റബ്ബിനെ നിശ്ചയിച്ചവനാണ്. അള്ളാഹു ചോദിച്ചു, അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. വ്യത്യസ്തങ്ങളായ റബ്ബുകളാണ് ഉത്തമൻ, അതല്ല ഖഹാറായ അള്ളയാണ് ഉത്തമൻ. അള്ളാഹുവാണ് റബ്ബ്, റബ്ബുൽ ആലമീനാണ് അള്ളാഹ്. ലോകരുടെ റബ്ബാണ്. ലോകരെ സൃഷ്ടിച്ചവൻ, ലോകരെ പരിപാലിക്കുന്നവൻ, ലോകർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവൻ. അതെ, സമയത്തിന്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്, സമയത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, സമയത്തെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്, സമയത്തെ അനുകൂലവും പ്രതികൂലവുമാക്കുന്നവൻ അള്ളാഹുവാണ്. രോഗത്തിന്റെയും ആരോഗ്യത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. ലോകത്തെയും ആരോഗ്യത്തെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. ആര് രോഗിയാകണം, ആര് രോഗിയാകണ്ട എന്ന് തീരുമാനിക്കുന്നവൻ അള്ളാഹുവാണ്. ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. ലാഭത്തെയും നഷ്ടത്തെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. ആരുടെ കച്ചവടത്തിൽ ലാഭമുണ്ടാകണമെന്ന് തീരുമാനിക്കുന്നവൻ അള്ളാഹുവാണ്. ആരുടെ കച്ചവടത്തിൽ നഷ്ടമുണ്ടാകണമെന്ന് തീരുമാനിക്കുന്നവൻ അള്ളാഹുവാണ്. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. സുഖത്തെയും ദുഃഖത്തെയും ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. സുഖവും ദുഃഖവും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. ആർക്ക് സുഖമുണ്ടാകണമെന്ന് തീരുമാനിക്കുന്നവൻ അള്ളാഹുവാണ്. ആർക്ക് ദുഃഖമുണ്ടാകണമെന്ന് തീരുമാനിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചോദിക്കേണ്ടത് ആ അള്ളാഹിനോട് മാത്രമാണ്. ആ അള്ളാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും ആരെങ്കിലും ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെട്ടാൽ അവൻ അള്ളാഹ്ക്ക് പുറമെ ഒരു റബ്ബിനെ നിശ്ചയിച്ചവനാണ്. അവൻ്റെ ലാ ഇലാഹ സഹിയാകുകയില്ല. ലോകം ഭരിക്കുന്ന മുദബ്ബിറുൽ ആലം, ഇന്ന വലിയാണ്, ഇന്ന മഹാനാണെന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ റുബൂബിയത്തിൽ ശിർക്ക് വെച്ചവനാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അവൻ്റെ ലാ ഇലാഹ സഹിയാകൂല. എന്നിട്ടല്ലേ ലാ ഇലാഹ ഇല്ലല്ലാ സഹിയാകേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലയുടെ ലാ ഇലാഹ സഹിയാകൂല. അല്ലാഹു അല്ലാത്ത ഒരാൾ റബ്ബാക്കിയാൽ, അള്ളാഹു അല്ലാത്ത ഒരാളാണ് രോഗം മാറ്റുന്നത് പറഞ്ഞാൽ, അള്ളാഹു അല്ലാത്ത ഒരാളാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും നീക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ലാ ഇലാഹ സഹിയാകൂല. കാരണം അള്ളാഹുവിന് ഓപ്പോസിറ്റ് ആയിട്ട് അള്ളാഹു പറഞ്ഞത് അർബാബുകളെയാണ്. റബ്ബുകളെ നിഷേധിക്കൽ വാജിബാൻ, ലാ ഇലാഹ സഹിയാകാൻ. മൂന്നാമത്തെ കാര്യം നിദ്ദുകളെയാണ്. അള്ളാഹുവിനെ പോലെയുള്ളവരെയാക്കുക.
അല്ല കാണുന്നത് പോലെ കാണുമെന്ന് പറയുക, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കുമെന്ന് പറയുക, അള്ളാഹു അറിയുന്നത് പോലെ അറിയുമെന്ന് പറയുക. അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും അല്ല കാണുന്നത് പോലെ കാണുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ ഓൻ അള്ളാഹുവിന് നിദ്ദിനെ ഉണ്ടാക്കിയവനാണ്, തുല്യനെ, പകരക്കാരനെ. അള്ളാഹ് അറിയുന്നത് പോലെ ആരെങ്കിലും അറിയുമെന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹ്ക്ക് പുറമെ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹ്ക്ക് പങ്കാക്കിയവനാണ്, നിദ്ദിനെ നിശ്ചയിച്ചവനാണ്. ആരെങ്കിലും പറയാണ് വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടാതു തീരം നൽകും ഞാൻ എന്നോവർ എന്ന കഴിവ് മൊഹീദ്ദീൻ ശൈഖിനുണ്ടെന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന് തുല്യനായി നിദ്ദായി മൊഹീദ്ദീൻ ശൈഖ് നിശ്ചയിച്ചവനാണ്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നാം നിങ്ങളുടെ കൽബകം എന്നോവർ എന്ന് മൊഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിൻ്റെ ഒരു നിദ്ദിനെ നിശ്ചയിച്ചവനാണ്. പാടില്ല. അള്ളാഹു പറഞ്ഞു وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ وَالَّذِينَ آمَنُوا أَشَدُّ حُبًّا لِلَّهِ. ജനങ്ങളിൽ ചിലരുണ്ട്, അവർ അള്ളാഹ്ക്ക് പുറമെ ചില നിദ്ദുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹ് കാണുന്നത് പോലെ കാണുമെന്ന് പറയുന്നവർ, അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കുമെന്ന് പറയുന്നവർ, അള്ളാഹു അറിയുന്നത് പോലെ അറിയുമെന്ന് പറയുന്നവർ, അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടുമെന്ന് പറയുന്നവർ. അള്ളാഹു പറഞ്ഞു വലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അള്ളാഹുവിന് നിങ്ങൾ നിദ്ദുകളെ നിശ്ചയിക്കാൻ പാടില്ല. നാലാമത്തെ കാര്യം താഗൂത്തുകളെ നിഷേധിക്കലാണ്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായും 4 കൂട്ടർക്കാണ് താഗൂത്ത് എന്ന് പറയുക. ഒന്ന്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന ശൈത്താൻ താഗൂത്താണ്. 2, അള്ളാഹുവിൻ്റെ വിധിയല്ലാത്ത വിധി നിയമമായി വിധിക്കുന്ന രാജാവ്, ഭരണാധികാരി താഗൂത്താണ്. 3, അള്ളാഹുവിൻ്റെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിധി തേടി പോകുന്നവൻ താഗൂത്താണ്. എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിലേക്ക് വിധി തേടി പോകേണ്ടത് എങ്ങോട്ടാണ്? ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. ഒരാൾ ഭൗതിക നിയമങ്ങളിലേക്ക് ഖുർആനെയും സുന്നത്തിനെയും തള്ളിയിട്ട് ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാതെ ഭൗതിക വിധി തേടി പോയാൽ അവൻ താഗൂത്താണ്. 4, ഗൈബ്, അദൃശ്യമറിയാമെന്ന് പറയുന്നവൻ താഗൂത്താണ്. ഒരു വലിയ എല്ലാം അറിയുന്നുണ്ട്, നമ്മളെ പ്രശ്നം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, നമ്മളെ പ്രശ്നത്തിൽ ആ വലിയ ഇടപെടും എന്നൊരു വലിയനെ സംബന്ധിച്ചിട്ട് വിശ്വസിച്ചാൽ അവിശ്വസിച്ചവൻ താഗൂത്താണ്. അള്ളാഹു അല്ലാത്തവരാരും തന്നെ ഗൈബ് അറിയുകയില്ല. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ആരും തന്നെ ഗൈബ് അറിയില്ല, അദൃശ്യം അറിയുകയില്ല. അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും അദൃശ്യം അറിയാമെന്ന് വാദിച്ചാൽ അവൻ താഗൂത്താണ്. 5, സ്വയം തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെടുന്നവൻ താഗൂത്താണ്. എന്നെ ആരാധിച്ചോ എന്ന് പറയുന്ന ആൾ ദൈവങ്ങൾ, ഞാൻ ആരാധിക്കപ്പെടേണ്ട ആളാണ്, നാം ഇബാദത്ത് നൽകപ്പെടേണ്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ആൾ ദൈവങ്ങൾ താഗൂത്താണ്. ഈ 5 കൂട്ടര് താഗൂത്തുകളാണ്. ഈ 5 കൂട്ടരെയും വെടിയണം, നിഷേധിക്കണം. ആര് താഗൂത്തിനെ കുഫർ ചെയ്യുകയും അള്ളാഹ് അംഗീകരിക്കുകയും ചെയ്യുന്നു, അവനാണ് ശക്തമായ പിടിവള്ളി പിടിച്ചിട്ടുള്ളത്. താഗൂത്തുകളെ വെടിഞ്ഞാൽ മാത്രമേ ലാ ഇലാഹ സഹിയാകൂ. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഓരോ നാട്ടിലേക്കും ഓരോ സമുദായത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നൽകണം, താഗൂത്തുകളെ വെടിയണം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ 5 കൂട്ടർ താഗൂത്താണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, താഗൂത്തുകളുടെ കൂട്ടത്തിൽ നേതാക്കന്മാരാണ് ഈ 5 പേർ. ഇതിനെ നിഷേധിച്ചാലേ ലാ ഇലാഹ സഹിയാകുകയുള്ളൂ. ഇത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. ഈ 5 കാര്യങ്ങളെ, ഈ 4 കാര്യങ്ങളെ, ആലിഹത്ത്, അർബാബ്, റബ്ബ്, നിദ്, താഗൂത്ത്, ഈ 4 കാര്യങ്ങളെ നിഷേധിച്ചാൽ മാത്രമേ ലാ ഇലാഹ സഹിയാകുള്ളൂ. ഈ 4 കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുക, പഠിച്ചു നോക്കുക. ഇന്ന് ലോകത്ത് നടക്കുന്ന സകല ശിർക്കുകളും കുഫറുകളും ലലാലാത്തുകളും ഈ 4 അടങ്ങിയതാണ്. ഈ 4നെയും നിഷേധിച്ച് ഇലാ ഇലാഹ, ഒരു ഇലാഹും തന്നെ ഇല്ല, ഒരു ഇലാഹും തന്നെ ഇല്ല, ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ഇലാഹ്. ഇല്ലല്ലാഹ് എന്നത് ഇസ്ബാത്താണ്. ഇല്ലല്ലാഹ് സ്ഥിരീകരിക്കപ്പെടാൻ 3 കാര്യങ്ങളെ സ്ഥിരീകരിക്കണം. 3 കാര്യങ്ങൾ സ്ഥിരീകരിച്ചാൽ മാത്രമേ ഇല്ലല്ലാഹ് സഹിയാകുകയുള്ളൂ. 3 കാര്യത്തിൽ അള്ളാഹു ഏകനാണെന്ന് അംഗീകരിക്കണം.
ഒന്ന് റുബൂബിയത്താണ്. അതിന് തൗഹീദുർ റുബൂബിയ്യ എന്നാ പറയുക. റുബൂബിയത്തിൽ അള്ളാഹു ഏകനാണ്, റബ്ബ് അള്ളാഹു മാത്രമാണ്. 2 ഉലൂഹിയത്ത്, ഇബാദത്തിന് അർഹൻ അള്ളാഹ് മാത്രമാണ്. 3 അൽ അസ്മാ വ സിഫാത്ത്, അള്ളാഹുവിന് നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്, അതിൽ അള്ളാഹു ഏകനാണ്. ഈ 3 കാര്യങ്ങളെ സ്ഥിരപ്പെടുത്തുമ്പോഴാണ്, ഇസ്ബാത്ത് ചെയ്യുമ്പോഴാണ് ഇല്ലല്ലാഹ് സ്വഹിയാകുന്നത്. അപ്പോൾ ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വഹിയാകാൻ 4 കാര്യങ്ങളെ നിഷേധിക്കണം, 3 കാര്യങ്ങളെ സ്ഥിരപ്പെടുത്തണം. ലാ ഇലാഹ, ഒരു ഇലാഹും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ ആരും തന്നെ ഇല്ല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, അല്ലാഹ് മാത്രമാണ് ഇബാദത്തിന് അർഹൻ. ഈ അടിത്തറയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം സഹാബാക്കളെ പഠിപ്പിച്ചത്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ആയാത്തുകളുടെ തഫ്സീറുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. 23 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് തർബിയത്ത് കൊടുത്തത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിലാണ്. 3 ഉസൂലുകളിൽ ഒന്നാമത്തെ ഉസൂൽ ഇതാണ്. ഈ ഉസൂലിൽ 4 പേച്ചു പോയോ ഒന്നുകിൽ അവൻ മുശ്രിക്കായിട്ട് കാഫിറായിട്ട് പുറത്തു പോകും. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ തയ്യാറായില്ല, അള്ളാഹു അല്ലാത്തവരെയും ഇലാഹാക്കിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ മാന ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണ് എന്നൊരാൾ പറഞ്ഞിട്ടില്ല എങ്കിൽ അവൻ അഹ്ലു സുന്നയിൽ നിന്ന് പുറത്തു പോകും. സഹാബാക്കടക്കമുള്ള സലഫുകൾ ഇജ്മാ ആണ്, 2 അഭിപ്രായമില്ല, ഏക അഭിപ്രായക്കാരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഞാൻ നേരത്തെ ഓതിയ ആയത്തുകളും ഹദീസുകളും എല്ലാം അതിനുള്ളതാണ്. യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ദഅവത്തിന് വേണ്ടി, പരിശ്രമത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ റസൂലുള്ള പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം, നീ ക്ഷണിക്കണം ഇലാ അൻ യുവഹിദുല്ലാഹ്. എവിടെ ക്ഷണിക്കേണ്ടത്? തൗഹീദിലേക്ക് ക്ഷണിക്കണം. ചില റിപ്പോർട്ടിലുള്ളത് ഇലാ അൻ യഅബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്ന് വെക്കുന്നതിൽ നിന്നും പേച്ചു പോയ ആൾക്കാരുണ്ട്. ചിലർ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ റബ്ബ ഇല്ലല്ലാഹ് എന്നാണ്. എന്നിട്ട് റുബൂബിയത്തിലേക്ക് അവർ ദഅവത്താക്കി. ഷിർക്കിൻ്റെ അഹ്ലുകാർ ഷിർക്കിലേക്ക് പോകാനുള്ള കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് അർത്ഥം വെച്ചുകൊണ്ടാണ്. അള്ളാഹുവിനെ പോലെ ഒരു അള്ളണ്ടെന്ന് വിശ്വസിച്ചാലേ, അതായത് സ്രഷ്ടാവാണെന്നോ സ്വയം കഴിവുള്ളവനാണെന്നോ സ്വയം പര്യാപ്തനാണെന്നോ വിശ്വസിച്ചുകൊണ്ട് ദുആ ചെയ്താലേ, ഇബാദത്ത് ചെയ്താലേ ഷിർക്കാകുള്ളൂ. ഈ മഹാന്മാരെ, കബറാളികളെ നമ്മൾ റബ്ബാണെന്ന് വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് ഷിർക്കല്ല എന്ന് അവർ വാദിക്കും. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പഠിക്കാത്തത് കൊണ്ട്. മറ്റൊരു കൂട്ടരെ ലാ റബ്ബ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞ് അവരുടെ ദഅവത്ത് റുബൂബിയത്തിലേക്കാക്കി. അവർ ഷിർക്കിനെ വിലക്കൂല, തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹയിലേക്ക് ക്ഷണിക്കൂല. അവർ പറയും ഈ കണ്ടു കാണുന്ന വസ്തുക്കൾക്ക് ഒരു കഴിവില്ല, അല്ലാഹ് കൊടുത്താലല്ലാതെ. റുബൂബിയത്തിലേക്ക് ക്ഷണിക്കുന്നവർ. മറ്റു ചിലർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ലാ മുതാ ഇല്ലല്ലാഹ് എന്നർത്ഥം വെച്ചു. ഇഖ്വാൻ മുസ്ലിമൂനെ പോലെ, ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലെയുള്ളവർ ലാ ഹാക്കിമ ഇല്ലല്ലാഹ് എന്നർത്ഥം വെച്ചത് കൊണ്ട് അവർക്കും പേച്ചു. അവർ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരി അല്ലാഹ് മാത്രമാണ്, അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നർത്ഥം വെച്ചവർ മാത്രമേ അഹ്ലു സുന്ന ആകുകയുള്ളൂ. ഇതല്ലാത്തവരെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ലാ റബ്ബ ഇല്ലല്ലാഹ് എന്നർത്ഥം വെച്ചവർ, ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്നർത്ഥം വെച്ചവർ, ലാ മുതാ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ലാ ഹാക്കിമ ഇല്ലല്ലാഹ് എന്നർത്ഥം വെച്ചവർ, അവർ ലാലുകളാണ്, അവർ ബിദഈകളാണ്, അവർ അഹ്ലു സുന്നയിൽ നിന്നും പുറത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരാണ് സലഫികൾ. അവരാണ് സലഫുകളുടെ പാത പിൻപറ്റുന്നവർ. സഹാബാക്കടക്കമുള്ള അഹ്ലു സുന്നയിൽപ്പെട്ട സലഫുകൾ ഇജ്മാ ആണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇത് കൃത്യമായി നാം പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം ദഅവത്ത് ചെയ്തത് ഇതിലേക്കാണ്. ബദറും ഉഹദും ഖന്തക്കും ഉണ്ടായത് ഇതിനു വേണ്ടിയാണ്. ഒരുപാട് സഹാബാക്കൾ ഷഹീദായത് ഇതിനു വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും സ്വന്തം നാടായ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയത് ഇതിനു വേണ്ടിയാണ്. സഹാബാക്കൾ അവരുടെ സ്വത്തുക്കൾ, അവരുടെ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഹിജ്റ പോയത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. ഇതൊന്നാമത്തെ അടിത്തറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ,
ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ 23 വർഷം കൊണ്ട് പഠിപ്പിച്ച രണ്ടാമത്തെ അടിസ്ഥാനം, ദീനിൻ്റെ നെടുന്തൂൺ, അത് ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസിലെ രണ്ടാമത്തെ കാര്യമാണ്. ബിസ്സംഇ വത്താഅ വലൗ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയ്യുൻ. ഒരു ഹബശിയാണ്, ഒരു നീഗ്രോ വംശജനാണ് നിങ്ങളുടെ രാജാവെങ്കിൽ, ഭരണാധികാരിയെങ്കിൽ പോലും നിങ്ങൾ ആ ഭരണാധികാരിയെ അനുസരിക്കണം, ആ ഭരണാധികാരിയെ കേൾക്കണം. ഈ ഹദീസിൻ്റെ ഭാഗം എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് സഹാബാക്കളെ പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം ഐക്യമാണ്. ഐക്യം രണ്ട് രീതിയിലാണ്. ഒന്ന്, ആദർശത്തിൽ ഐക്യം വേണം, അഖീദയിലും മൻഹജിലും ഐക്യം വേണം. രണ്ടാമത്തേത്, ഒരു ഭരണാധികാരിയുടെ കീഴിൽ നിന്നുകൊണ്ട് ഐക്യപ്പെടണം. നിങ്ങളുടെ രാജാവ് ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ള ഒരു മുസ്ലിം ഭരണാധികാരി, അയാൾ ആരുമാകട്ടെ, കാഫിറല്ലാത്തടത്തോളം കാലം, എത്ര വലിയ തമ്മാടിയാകട്ടെ, കള്ളുകുടിയനാകട്ടെ, മറ്റെന്തുമാവട്ടെ, കാഫിറല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ ഭരണാധികാരി ആരാകട്ടെ, ആ ഭരണാധികാരിയെ അനുസരിക്കലും കേൾക്കലും ആ ഭരണത്തിൻ്റെ കീഴിലുള്ള ഓരോ മുസ്ലിമിൻ്റെയും മേൽ നിർബന്ധമാണ്. ഇത് അഹ്ലുസുന്നയുടെ അഖീദയാണ്. ആ ഭരണാധികാരിക്കെതിരെ തിരിയാൻ പാടില്ല, പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ജനങ്ങളെ ഇളക്കി വിടാൻ പാടില്ല. ആ ഭരണാധികാരി അനുസരിക്കൽ വാജിബാണ്. ഇതിൽ നിന്നും പേച്ചു പോയവർ ബിദഈകളാണ്, ളാലുകളാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം അറിയാത്തവരാണ്, സഹാബാക്കടക്കമുള്ള സലഫുകളുടെ ഇജ്മാ പരിചയമില്ലാത്തവരാണ്. ഭരണാധികാരികൾക്കെതിരെ തിരിയുന്നവർ, അവർക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കുന്നവർ, ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഭരണാധികാരിയെ അനുസരിക്കൽ വാജിബാണ്. അത് അഹ്ലുസുന്നയുടെ അഖീദയാണ്. അതേപോലെ തന്നെ അഖീദയിലും മൻഹജിലും ഏകീകരിക്കണം, ഐക്യം വേണം. ഒറ്റ അഖീദ, ഒറ്റ മൻഹജ്, അതേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് സഹാബാക്കളെ പഠിപ്പിച്ച അഖീദ ഒന്നാണ്, മൻഹജ് ഒന്നാണ്, രണ്ടില്ല. അതുകൊണ്ട് തന്നെ സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത അഖീദ ദീനല്ല, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഇബാദത്ത് ദീനല്ല. സഹാബാക്കൾ ഏതൊരു അഖീദയിലാണോ, സഹാബാക്കൾ ഏതൊരു മൻഹജിലാണോ, ആ മൻഹജാണ് നാം ഫോളോ ചെയ്യേണ്ടത്. അതിലേക്കാണ് എല്ലാവരും വരേണ്ടത്. വ്യത്യസ്ത കക്ഷികൾ ഉണ്ടാകാനുള്ള കാരണം, വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാകാനുള്ള കാരണം ഈ അഖീദയിൽ നിന്നും മൻഹജിൽ നിന്നും വ്യതിചലിച്ചതാണ്, പേച്ചുപോയതാണ്. ഐക്യപ്പെടാനുള്ള മാർഗം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങലാണ്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി എന്നതുകൊണ്ട് ഐക്യമുണ്ടാകുകയില്ല. കാരണം അഹ്ലുസുന്നയാകട്ടെ, അഹ്ലുൽ ബിദ്അ ആകട്ടെ, എല്ലാവരും അവരുടെ ആശയാദർശങ്ങൾക്ക് വേണ്ടി ആയത്തും ഹദീസും ഓതുന്നവരാണ്. എല്ലാവർക്കും ഹദീസുണ്ട്, എല്ലാവർക്കും ആയത്തുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട്, അവരും ആയത്ത് ഓതുന്നുണ്ടല്ലോ, അവരും ഹദീസ് ഓതുന്നുണ്ടല്ലോ, പിന്നെന്താ ഇതിലേതോ ശരിയായ ദീൻ? അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, ആയത്തും ഹദീസും സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കലാണ് ദീൻ. അങ്ങനെ മനസ്സിലാക്കുന്നതിനാണ് ഇത്തിബാ എന്ന് പറയുക. ഇത്തിബാ വേണമെന്ന് പറയാറുണ്ട്, പിൻപറ്റണം എന്ന് പറയാറുണ്ട്. അഹ്ലുസുന്ന പിൻപറ്റണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനും ഹദീസും സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുന്നതിനാണ് പിൻപറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിലൂടെയും ഹദീസിലൂടെയും സഹാബാക്കൾ പഠിച്ചെടുത്ത അഖീദ എന്താണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് സഹാബാക്കളെ പഠിപ്പിച്ച അഖീദ എന്താണോ അതാണ് ദീൻ. 23 വർഷം കൊണ്ട് സഹാബാക്കളെ പഠിപ്പിച്ച ഇബാദത്ത് എന്താണോ അതാണ് ദീൻ. അതല്ലാത്തതെല്ലാം ബിദ്അത്താണ്, ദലാലത്താണ്. എത്ര ആയത്തോതിയാലും ഹദീസ് ഓതിയാലും ശരി. ബിദഈകൾ ആയത്തോതും, ഖബറാരാധകർ, ദർഗ പൂജകർ, ദർഗകളെ പൂജിക്കുന്നവർ, ആരാധിക്കുന്നവർ, അവർക്ക് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ആയത്തുണ്ട്. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്തോതിട്ടാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, ഇസ്തിഗാസക്ക് വേണ്ടി അവർ തെളിവെടുക്കുക. ആ ആയത്തിന് നമ്മൾ ചോദ്യം എങ്ങനെയാണ്, ഈ ആയത്തനുസരിച്ചിട്ട് സഹാബാക്കൾ എങ്ങനെ അമൽ ചെയ്തു എന്നതാണ്. ഈ ആയത്തിനെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ സഹാബാക്കൾ മനസ്സിലാക്കിയോ? ഉണ്ടെങ്കിൽ അത് ദീനാണ്. ഇല്ല എങ്കിൽ സഹാബാക്കളുടെ മനസ്സിലാക്കലിനെതിരായി ആര് മനസ്സിലാക്കിയാലും അത് ബാത്തിലാണ്. സഹാബാക്കൾ മനസ്സിലാക്കിയ ആയത്തിനെതിരെ, സഹാബാക്കൾ മനസ്സിലാക്കിയ ഹദീസിനെതിരെ ആരെന്ത് മനസ്സിലാക്കിയാലും അത് ബാത്തിലാണ്, അത് ദീനല്ല. സഹാബാക്കൾ ഈ ആയത്ത് കൊണ്ട് ഇസ്തിഗാസ മനസ്സിലാക്കിയിട്ടില്ല.
മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഈ ആയത്ത് ഓതിയിട്ട് സഹാബാക്കൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓതിയത് ആയത്താണെങ്കിലും ശരി, സഹാബാക്കളുടെ അഖീദയല്ല. ഈ ആയത്തിൽ നിന്നും സഹാബാക്കൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് സഹാബാക്കൾക്ക് മനസ്സിലായ അഖീദയാണ് ദീൻ. റസൂലുള്ളാഹി സഹാബാക്കളെ പഠിപ്പിച്ച അഖീദയാണ് ദീൻ. സൂഫികൾ, ത്വരീഖത്തിന്റെ അഹ്ലുകാർ അവരായത്തോതും അവരുടെ ശൈഖന്മാർക്ക് ബയ്യത്ത് ചെയ്യാൻ, അവരുടെ ശൈഖന്മാർക്ക് വാജിബ് വേണ്ട, അവരുടെ ശൈഖന്മാർക്ക് ഹറാമ് ചെയ്യാം, അവർക്ക് ശൈഖന്മാർക്ക് ലഹരി ഉപയോഗിക്കാം. കാരണം അവർക്ക് ഒരു ദർജയിലെത്തിക്കഴിഞ്ഞു, യഖീനിന്റെ ദർജയെത്തിക്കഴിഞ്ഞു. ഇനി അവർക്ക് ഒന്നും വേണ്ടതില്ല, വാജിബ് വേണ്ടതില്ല. എന്തായത്ത് തെളിവുണ്ട് അവർക്ക്? ഖുർആനിൽ ആയത്താണ്, വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ വരുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. യഖീൻ വന്നു കഴിഞ്ഞാൽ ഇബാദത്ത് ചെയ്യേണ്ട. ഇവിടെ ത്വരീഖത്തിന്റെ അഹ്ലുകാർ യഖീൻ എന്ത് അർത്ഥം വെച്ചു? യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, ദൃഢതയാണ്, ഒരു ബോധമാണ്, ഒരു ഉള്ളറിവാണ്. നമ്മളെ ശൈഖിന് ആ ഉള്ളറിവ് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ശൈഖിന് എന്തില്ല, ഹലാൽ ഹറാമോ നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സഹാബാക്കളടക്കമുള്ള സലഫുകൾ ഇജ്മാഅാണ് യഖീൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ മരണമാണ്. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നത് വരെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നാണ് ആയത്തിന്റെ അർത്ഥം. അപ്പോൾ സഹാബാക്കൾ മനസ്സിലാക്കാത്തതുപോലെ മനസ്സിലാക്കിയതുകൊണ്ട് അവർ വിധേയികളായി. അഖീദയിൽ പേച്ചവരാകട്ടെ, ഇബാദത്തിൽ പേച്ചവരാകട്ടെ, എല്ലാവരും പേക്കാനുള്ള ഏക കാരണം അവർക്ക് ആയത്തില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ഹദീസ് ഇല്ലാത്തത് കൊണ്ടല്ല, അവർ കൊണ്ടുവന്ന ആയത്തും ഹദീസും സഹാബാക്കൾ മനസ്സിലാക്കാത്തതാണ് എന്നതുകൊണ്ടാണ്. അവിടെ തന്നെ സഹാബാക്കൾക്ക് മനസ്സിലാകാത്ത അഖീദ ദീനല്ല, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഇബാദത്ത് ദീനല്ല. അതുകൊണ്ട് തന്നെ ഐക്യപ്പെടേണ്ടത് അഖീദയിലും മൻഹജിലുമാണ്. അഖീദയിലും മൻഹജിലും നാം ഐക്യപ്പെടണം. അഖീദയും മൻഹജും സഹാബാക്കളുടെ അഖീദയും മൻഹജുമാണ്. അതിലേക്കാണ് മടങ്ങേണ്ടത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് സഹാബാക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ ഇൻഷാ അല്ലാഹ് അവസരങ്ങൾ ഉണ്ട് എങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നുമുള്ള രോഗികൾക്ക് പൂർണ്ണ ശിഫ നൽകി പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റട്ടെ. അവരുടെ ചെറുപാപങ്ങളെല്ലാം, അവരുടെ പാപങ്ങളെല്ലാം, അവരിൽ നിന്ന് വന്നുപോയ വലുതും ചെറുതുമായ സകല പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ.